ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ രഹസ്യങ്ങൾ മൊത്തം പുറത്തു വന്നു. സംഭവം അറിഞ്ഞോ? ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോകുന്ന 40 കണ്ടസ്റ്റൻസ് എന്ന് അറിഞ്ഞോ? എങ്ങനെയാണ് ഇവരെ ചൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞോ? ഇത് ഫൈനൽ ഇവർക്ക് ബിഗ് ബോസിനകത്തേക്ക് എങ്ങനെയാണ് കയറാൻ പറ്റുന്നത്? ഇത് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോ അവരാണോ? ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ആരൊക്കെയാണ് 40 കണ്ടസ്റ്റൻസ്? സാധാ കോമണേഴ്സ് ആണോ? അതോ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണോ വരാൻ പോകുന്നത്? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഭൂലോക ഒരു വധം പ്രൊമോയും വന്നിട്ടുണ്ട്. അതെ, അതിനെക്കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പൊ ആദ്യം പ്രൊമോയുടെ കാര്യം പറയാം. എൻ്റെ പൊന്നു മക്കളെ, ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അസഹനീയം എന്നേ പറയാനൊക്കൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, എന്താ പറയുക, നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആവശ്യത്തിലധികം സാധനം വരിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മുളക് കൂടുതൽ, ഉപ്പ് കൂടുതൽ, പുളി കൂടുതൽ, മൊത്തത്തിൽ എല്ലാം കൂടുതലാണ്. ഈ പ്രൊമോക്കകത്ത് നമുക്കറിയാം നമ്മുടെ ജഡ്ജസിനെ ആരൊക്കെയാണെന്ന് റിവീൽ ആക്കിക്കൊണ്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അഖിൽ മാരാറ്, റിയാസ്, രഞ്ജിനി. ഇത് ഉറപ്പായിട്ടും ഇവർ ചെയ്തതല്ല, ഇവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. കാരണം 3 പേരും ഒന്നിനൊന്ന് മികച്ച ഫ്ലോപ്പുകളായിട്ടാണ് എനിക്ക് പ്രൊമോയിൽ തോന്നിയത്. വേറെ ഒന്നും തോന്നരുത് നിങ്ങൾക്ക്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടുള്ള 3 പേരുടെയും സംസാരമാണ് പ്രൊമോക്കകത്ത്. ഇങ്ങനെ, നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു 40 പേർ. ഇത്തവണ തീക്കളിയുടെ മേളം ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ്. ബിഗ് ബോസ് അഗ്നിപരീക്ഷയും. ഇത് എന്തുവാടേ ഇത്? സത്യം പറഞ്ഞ ഹൈപ്പ് കൂട്ടി പവനായി ശവാവും. എനിക്കതാണ് തോന്നുന്നത്. കാരണം ഇത്രയും ഹൈപ്പിന്റെ ആവശ്യമില്ല. ഇത് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പ്രൊമോഷനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിയാ. പക്ഷെ ഈ പ്രൊമോ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ഫസ്റ്റ് എന്റെ റിയാക്ഷൻ എന്ന് പറയട്ടെ, അയ്യേ ഇതെന്താ ഇങ്ങനെ? ബിഗ് ബോസ് പ്രൊമോയാ? അഖിൽ മാരാർ എന്തോ കാണിക്കുന്നേ? റിയാസ് ഇതെന്തോന്നത്? രഞ്ജിനി, എന്റെ പൊന്നെ, രഞ്ജിനിയുടെ സൗണ്ട് ഒന്നും ഇങ്ങനെ ഇതെന്തെങ്ങനെ? 40 കണ്ടസ്റ്റൻസ്, 21 ലൈക്സ്. രഞ്ജിനിയുടെ സൗണ്ട്. റിയാസ്, ഞാൻ നോക്കുന്ന റിയാസ് എന്തോന്ന്? നമ്മൾ ടഫ് ആക്കിയിരിക്കും, ടഫ് അല്ലെങ്കിൽ. അപ്പൊ അഖിൽ മാരാർ ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് ബിഗ് ബോസ് അഗ്നിപരീക്ഷയും. അപ്പൊ ഞാൻ അയ്യോ ക്രിഞ്ച്. എനിക്ക് ആ സാധനമാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് നിങ്ങൾ പറയുക. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രൊമോയിൽ ഇഷ്ടപ്പെട്ട ലാലേട്ടനെയാണ്. ലാലേട്ടൻ എന്ത് മര്യാദയ്ക്കാണല്ലേ വന്ന് കാര്യം പറയുന്നത്? അതുപോലെ പറഞ്ഞാൽ മതിയായിരുന്നു. ലാലേട്ടൻ പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, എങ്കിൽ നിങ്ങൾ വരൂ ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലേക്ക്. വളരെ ലളിതമായി, വളരെ സിമ്പിൾ ആയിട്ടാണ് ലാലേട്ടൻ അത് പറഞ്ഞു വെച്ചത്. ലാലേട്ടനോട്ട് കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ. അത്രയും ഒരു സിംപ്ലിസിറ്റി മതിയായിരുന്നു. ഇത്രയും ഓവർ ഹൈപ്പ് കൊടുത്തത് കൊണ്ടാണ് ആ പ്രൊമോ ഇങ്ങനെ ആവാൻ കാരണം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക. പ്രൊമോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്രൊമോക്കകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരുന്നുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 40 സാധാരണക്കാരുണ്ടെന്നും 21 ദിവസമാണെന്നും രഞ്ജിനി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്നോ അതിലധികമോ ആൾക്കാരെ സെലക്ട് ചെയ്യും എന്ന് റിയാസും പറയുന്നുണ്ട്. പിന്നീട് നിങ്ങളും ഞങ്ങളും കൂടിയാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. നമ്മൾ ടഫ് ആക്കും ഈ ഗെയിം എന്നും പറയുന്നുണ്ട്. ഇനിയാണ് പറയാനുള്ള അപ്ഡേറ്റ്സുകളിലേക്ക് പോവാം. കണ്ടസ്റ്റൻസിനെ ഫൈനൽ സെലക്ഷൻ ചെയ്യുന്നത്, അതായത് ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷയ്ക്കകത്ത് 40 കണ്ടസ്റ്റൻസ് ഉണ്ടാവും. മുൻപ് തന്നെ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് 40 മുതൽ 50 വരെ കണ്ടസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് അറിയുന്നതെന്ന്. സോ 40 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈ 40 കണ്ടസ്റ്റൻസിൽ നിന്നും ഓരോ വീക്കും ആൾക്കാർ ഓരോ ദിവസം ഔട്ടായി ഗെയിമിന്റെ ടാസ്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഔട്ടായി അവസാനം ഒരു 5-6 പേരിലോട്ടൊക്കെ എത്തി നിൽക്കും, അല്ലെങ്കിൽ ഒരു 10 പേരിലോട്ട് എത്തി നിൽക്കും എന്ന് വിചാരിക്കുക. ആ 10 പേരിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നും ജഡ്ജസ് എല്ലാവരും കൂടി തീരുമാനിച്ച്, അതായത് അഖിൽ മാരാറും രഞ്ജിനിയും റിയാസും കൂടെ തീരുമാനിച്ചൊരു 2 പേർക്ക് ഫൈനൽ സെലക്ഷൻ, അല്ലെങ്കിൽ ഒരു 2-3 പേർക്ക് ഫൈനൽ സെലക്ഷൻ കൊടുത്ത് ഡയറക്ട്ലി ബിഗ് ബോസിലോട്ട് കയറ്റും. എന്നിട്ട് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് കുറച്ച് പേരെ വിട്ടു തരും. ആദ്യം ഇവർ കുറച്ച് പേരെ സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ 5 പേരെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇത് നിങ്ങൾ വോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? 2 പേരെ രക്ഷപ്പെടുത്തിക്കോ, ബിഗ് ബോസിനകത്തോട്ട് കയറ്റിക്കോ.
അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇത് തെലുഗുവിൽ നടന്ന സാധനം തന്നെയാണ്. തെലുഗുവിൽ ഈ സാധനം തന്നെയായിരുന്നു. ജഡ്ജസ് 2 പേരെ സെലക്ട് ചെയ്തു, ഓഡിയൻസും 2-3 പേരെ സെലക്ട് ചെയ്തു. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇത് തുടക്കത്തിലൊന്നും ഇതിൽ വോട്ടില്ല. കാരണം തുടക്കത്തിലെല്ലാം ടാസ്കിന്റെ ബേസിൽ, ടാസ്ക് തോറ്റോ നിങ്ങൾ ഔട്ട്, അങ്ങനെയാണ്. മാത്രമല്ല ഇതിനകത്ത് ടാസ്കുകൾക്ക് ഓരോ ടാസ്കുകൾ ജയിക്കുമ്പോഴത്തേക്കും അടുത്ത ടാസ്കുകളത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പവേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയുമല്ലോ അതിനൊരു കൺസിഡറേഷൻ, കൺസിഷൻ, എക്സ്ട്രാ ബോണസ് പോയിന്റുകൾ ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇതിന്റെ ഫിനാലെ വീക്ക് വരെ മൊത്തത്തിൽ 21 ദിവസമുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ 15-16 ദിവസം വരെയും അല്ലെങ്കിൽ ഒരു 17-18 ദിവസം വരെയും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കഴിവോടുകൂടി ജയിച്ചാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനത്തെ 3 ദിവസങ്ങളിലായിരിക്കും അവർ കുറച്ച് പേരെ സെലക്ട് ചെയ്യും, നമുക്കും കുറച്ച് പേരെ സെലക്ട് ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഒരു 5 പേരെ എങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം ഇതിൽ. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു ചതിയായി പോകും. കാരണം സാധാരണ കോമൺ ആസിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാ? ഇന്റർവ്യൂ നടത്തുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഡയറക്റ്റ് ബിഗ് ബോസിലോട്ട് എടുക്കുന്നു തന്നെയല്ലോ. ഇത്തവണ അങ്ങനെയല്ല. ഇന്റർവ്യൂലൊക്കെ സെലക്ട് ആയി അവര് ബിഗ് ബോസ് അഗ്നിപരീക്ഷയിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെയും അവർ ടാസ്ക് കളിച്ച് കഷ്ടപ്പെട്ടാണ് ആ ഫിനാലെ വരെ അവർ എത്താൻ പോകുന്നത്. അപ്പൊ ആ കഷ്ടപ്പാടിനെ ആരും വില കുറച്ച് കാണരുത്. ബിഗ് ബോസ് ടീം, എൻ്റെ മോൾ ഷെയർ ടീം, നിങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഒരു 5 പേർക്കെങ്കിലും കുറഞ്ഞത് അവസരം കൊടുത്താൽ അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം 40 പേര് ആ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി കളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് 1-2 പേർക്കാണ് നിങ്ങൾ ചാൻസ് കൊടുക്കുന്നതെങ്കിൽ വളരെ മോശമാവും. അപ്പൊ അതുകൊണ്ട് 5 പേർക്കെങ്കിലും നിങ്ങളൊരു അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ മാത്രം ഒപ്പീനിയൻ. 21 ദിവസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി ഷോ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ നോക്കുകയാണെങ്കിലും സെപ്റ്റംബർ 4-ാം തീയതി വരെയാണ് ഷോ പോകുന്നത്. സെപ്റ്റംബർ 6-ാം തീയതി മെയിൻ ബിഗ് ബോസ് ആണ്. എനിക്ക് തോന്നുന്നു തിരുവോണം ഇതിനിടയ്ക്ക് വരും. തിരുവോണം വരുന്ന ദിവസം മിക്കവാറും രാത്രി 7 മണിക്ക് ദൃശ്യം 3 തന്നെ ആയിരിക്കും. അപ്പൊ ദൃശ്യം 3 നല്ല ലെങ്ത് പോകും. 3 മണിക്കൂറുണ്ട്, നമുക്കറിയാം ദൃശ്യം 3 3 മണിക്കൂറുണ്ട്. 10-10:30 വരെയൊക്കെ പോകും. അന്ന് മിക്കവാറും അഗ്നിപരീക്ഷ കാണൂല. അപ്പൊ സെപ്റ്റംബർ 4 എന്നുള്ള സെപ്റ്റംബർ 5-ാം തീയതി ശനിയാഴ്ച കൂടെ ഒക്കെ കാണിച്ച് 6-ാം തീയതി ഗ്രാൻഡ് ലോഞ്ച്, ബിഗ് ബോസ് മലയാളം സീസൺ 8 ഗ്രാൻഡ് ലോഞ്ച് തന്നെ എന്ത് ചെയ്യും? വിന്നേഴ്സ് ആരാണെന്ന് റിവീൽ ചെയ്യും. പ്രൊമോ എനിക്ക് ഞാൻ പറയാലോ കോമഡി ആയിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. കോമഡി എന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ ക്രിഞ്ച് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആരൊക്കെയാണ് ബിഗ് ബോസിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനൊരു 10-20ഓളം പേരുകൾ അറിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഫേമസ് ഒന്നും അല്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ളവരും ഡാൻസും റീൽസ് ഒക്കെ ചെയ്യുന്നവരും ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളും നമ്മുടെ LGBTQIA+ നിന്നും ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഡാൻസേഴ്സും ചെറിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ട്. ഞാൻ പേര് സഹിതം അറിഞ്ഞതാണ്, ഞാൻ പറയണില്ല, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ലീക്കാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാ കോമണേഴ്സ്, ആർക്കും അറിഞ്ഞുകൂടാത്ത ആൾക്കാരും ഉണ്ട്. എന്നാൽ അത്യാവശ്യം 10-30K ഫോളോവേഴ്സ് അല്ലെങ്കിൽ 50K ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ ആക്റ്റീവായി വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന മോഡൽസ് ഉണ്ട്, ആങ്കേഴ്സും ആർട്ടിസ്റ്റും ആയിട്ടുള്ള ഒരാളുണ്ട്. LGBTQ എന്ന ആളുണ്ട്, നമ്മുടെ നെവിനെയൊക്കെ പോലെ തോന്നിക്കുന്ന, നെവിൻ്റെയൊക്കെ ഒരേ ഒരു ക്യാരക്ടറൊക്കെ തോന്നിക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെയാണ് അറിയുന്നത് നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ പ്രൊമോയെ പറ്റി മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, അടുത്ത പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ കൺഫർമേഷനുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ആ വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ഈ പ്രൊമോ വന്നത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആ വീഡിയോ ആയിരുന്നേനെ ചെയ്യേണ്ടിയിരുന്നത്. സോ അത് ഞാൻ നാളെ ചെയ്യാം. നാളെ രാവിലെ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടേക്കാം. നാളെ സൺഡേ അല്ലേ, എല്ലാവരും കാണുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞ് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.